ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി പറഞ്ഞുതരാം. എളുപ്പത്തിൽ ചെയ്യുന്നതാണ്. ചിക്കനിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും എടുത്ത് ഞാൻ ചേർത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈര് വയ്ക്കാം. ഞാൻ കുറച്ച് തൈരും കൂടി എടുത്ത് ഒഴിച്ച് നല്ല പാങ്ങിൽ ചിക്കനിൽ നല്ല പാങ്ങിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉള്ളിയും സവോളയും എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. അപ്പോൾ പച്ചമുളകും ഉള്ളിയും ഞാൻ അരിഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഉള്ളി ചേർക്കാം. അപ്പം നമ്മൾ ഈ ജീവ റൈസും കൊണ്ടാണ് നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഈ ജീവ റൈസും കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയവരെല്ലാവരും കമൻ്റ് ഇടണേ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ആക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ആക്കി നോക്കാം. അപ്പം നമ്മളിവിടെ 4 ആളേ ഇല്ലു. അപ്പം 4 ആൾക്ക് നമ്മ ഈ ക്ലാസ്സിന് 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. നമ്മൾ 4 ആളേ ഇല്ലു. അപ്പം 5 ആളുണ്ട്. അമ്മയുണ്ട്, അമ്മ കഴിക്കൂല. അപ്പം ബാക്കിയില്ല ബാലൻസ്. ഇത് എപ്പെങ്കിലും മുട്ടയെല്ലാം കൊണ്ടുവരുമ്പോൾ മുട്ട ബിരിയാണി വെക്കാം. അപ്പം ഇതെടുത്ത് വെക്കുന്നത്. അപ്പം ഞാൻ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴുകി കുതിർത്ത് വെക്കാൻ പോകുന്നു. കഴുകുന്ന സമയത്ത് നമ്മൾ അരി ഇങ്ങനെ പോകുന്നതിന് വേണ്ടി നമ്മളെ ചോറ് കഴിക്കുന്ന പ്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ കമിച്ചു കൊടുക്കും. അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും അതിലുണ്ടാവില്ല, എല്ലാം വാർന്നു പോകും. അല്ല, അരിപ്പയിൽ നമുക്ക് ഇങ്ങനെ കോരി വെക്കാം. പക്ഷേ എൻ്റെ എളുപ്പപ്പണിയാണ്, എൻ്റെ ട്രിക്കാണിത്. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. അപ്പോൾ നമുക്ക് അരിയും നഷ്ടപ്പെടില്ല, വെള്ളം നല്ല പാങ്ങിൽ വാർന്ന് കിട്ടും, പെട്ടെന്ന് വാർന്ന് കിട്ടും. കണ്ട, ഒരു തുള്ളി വെള്ളമില്ലാത്ത രീതിയിൽ വാർന്ന് വന്നതാ, ഉറ്റി പോകുന്നുണ്ട്. നമ്മളിവിടെ അമർത്തി കൊടുക്കുന്ന അനുസരിച്ച് അരിയിലെ വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതാ പൂർണ്ണമായിട്ട് അരിയിലെ വെള്ളം പോയിരിക്കുന്നു. നമുക്ക് അതാണ് നമ്മളിങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ അരികളെല്ലാം ഇതിലേക്ക് പോകും. ആദ്യത്തെ ഘട്ടം നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്തിട്ടുണ്ട്. നമ്മളെ മെയിൻ സാധനം ഇടാൻ പോകുന്നു. കറുവപ്പട്ട, ജീരകം, അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ഇച്ചിരിയും കൂടി ഒഴിക്കുന്നു. നെയ്യ് പോരാ, നെയ്യിൽ നമുക്കിത് വറുത്തെടുക്കേണ്ടതാണ്. അതായത് സവോള നമുക്ക് വേഗം വഴറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ഇച്ചിരി ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പാകത് ഒരിഞ്ഞ് വെച്ചേ.
ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. എല്ലാ ആവശ്യത്തിന് മാത്രം. ചിക്കനിൽ മുളക് ചേർത്തുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇതിൽ മുളക് ചേർക്കുന്നുള്ളൂ. പിള്ളേർക്ക് എരിവ് പറ്റുന്നില്ല. അപ്പോൾ എരിവുള്ളവർ കൂടുതൽ ഇട്ടോ. നല്ല പാങ്ങിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അങ്ങനെ എല്ലാം കൊണ്ടൊന്ന് യോയിലാക്കി. അപ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് അടർന്നു വരും. ഇങ്ങനെ മസാലയൊക്കെ നല്ല പാങ്ങിൽ ചേർന്ന് വെള്ളം ചേർക്കുന്നുണ്ട്. ആ മസാല ഒന്ന് പറ്റി വരാൻ അല്പം ചേർക്കുന്നേ ഉള്ളൂ. ഇപ്പം മസാല അങ്ങ് എല്ലാം നല്ല പാങ്ങിൽ പിടിച്ച് വരുന്നിട്ട് കുറച്ച് ബിരിയാണി മസാല ചേർക്കുന്നുണ്ട്. ചേർക്കുന്നുള്ളൂ. വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർക്കാൻ പോകുന്നു. ഇത് കഴുകി വെച്ച് ഇത് വെക്കുന്നു. അപ്പോൾ നമ്മളിത് ചിക്കൻ കുറച്ച് വേവാൻ വെക്കുന്നിട്ട്, കുറച്ച് വേവണം. എന്നിട്ട് വേണം ഇതിൽ നമുക്ക് ബിരിയാണി റൈസ് ഇടാൻ. അപ്പോൾ ഇത് കുറച്ച് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ കഴുകി വെച്ച റൈസ് നമ്മൾ ഇതിലിടാൻ പോകുന്നു. അരി ഇടാൻ പോകുന്നു. അരി ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ നേരത്തെ അളന്ന അതേ ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം ചേർക്കാൻ പോകുന്നു. അതേ അളവിന് നമ്മൾ വെള്ളം ചേർക്കാൻ പോകുന്നു. നമ്മളൊന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തു, മിക്സാക്കി കൊടുത്തു. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുന്നു. ഒരു വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് എടുക്കാം. എടുത്തിട്ടുണ്ട്, കാണുന്നില്ലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്കയും കൂടി വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതേ നെയ്യിൽ നമുക്ക് കുറച്ച് സവോള വറുത്തെടുക്കണം. സവോള ഇടുന്നത് ഇത്ര മതി. അപ്പോൾ ഇത് വറുത്തെടുക്കുന്നു. കരിയാപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് ഉള്ളിയുടെ ഒന്നിച്ച്. അപ്പോൾ ഉള്ളിയും കരിയാപ്പിലയും നല്ല വങ്ങിൽ ഒരു പൊരിഞ്ഞ് വരുന്നുണ്ട്. ഉള്ളി നമുക്ക് നല്ല മെറൂൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എടുത്ത് വെക്കുന്നത് ബിരിയാണി ആയിക്കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായോ നോക്കാം. മസാല എല്ലാം കയറുന്നു. നല്ല ചോറ് നല്ല വാങ്ങി വെന്ത് ഇറച്ചി നല്ല വാങ്ങി വേണം. അപ്പോൾ ഇതാണ് നമ്മളെ കുക്കറിൽ വെച്ച ബിരിയാണി. അപ്പം നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കുക്കറിൽ വെച്ച ഇതാ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത്. ഇതാ നല്ല വകിൽ വന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വെച്ച അണ്ടിപ്പരിപ്പും ഉള്ളിയും ചേർക്കുന്നു. ഇതാ അണ്ടിപ്പരിപ്പ് ഉള്ളിയും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇപ്പം നമ്മൾ കുക്കറിൽ പെട്ടെന്ന്
ബിരിയാണി ഉണ്ടാക്കിയത്. ഇപ്പം നമ്മൾ 4 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടാക്കിയതാണ്. അപ്പം അളവ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. 1 കിലോ ചിക്കനും റൈസ് എടുക്കുമ്പോൾ കാണിച്ചു തന്നു. 3 ഗ്ലാസ് റൈസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ ബിരിയാണി വെക്കാൻ എല്ലാവരും ശ്രമിച്ച് നോക്കാം. എല്ലാവരും വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ ഈ രീതിയിലാണ് വെക്കുന്നത്. ഇതിൽ മല്ലിച്ചപ്പൊന്നും ചേർത്തിട്ടില്ല. ഇതാ ചിക്കനൊക്കെ നല്ല വാങ്ങൽ വെന്തിരിക്കുന്നുണ്ടോ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻ്റ് ഇടണം. പിന്നെ പുതിയതായി കാണുന്ന വീഡിയോ എല്ലാം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കണം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ വന്നിട്ടുള്ളത്. ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട്, അതായത് കുക്കിംഗ് വീഡിയോ ആയിട്ടും കോമഡി വീഡിയോ ആയിട്ടും അല്ല നമ്മൾ വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് ഞാൻ ഇനിയും വീഡിയോ ആയിട്ട് വരും. അപ്പോൾ നിങ്ങളെ എല്ലാവരും സപ്പോർട്ട് വേണം. ഇതുവരെ തന്ന പോലെ ഇനിയും സപ്പോർട്ട് എനിക്ക് തീർച്ചയായും വേണം. അപ്പോൾ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു.